വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഒറ്റപ്പെട്ടുപോയ 500-ലധികം പേരെ താൽക്കാലിക പാലത്തിലൂടെ രക്ഷപ്പെടുത്തി. കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോറിന്റെ ഭാഗമായ സൈനികരും അഗ്നിശമന സേനയും ചേർന്നാണ് പാലം ചൂരൽമലയിൽ ചൊവ്വാഴ്ച രാത്രിയോടെ നിർമ്മിച്ചത്. ചൂരൽമലയെയും മുണ്ടക്കയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് നിർമ്മിച്ചത്. ഉരുൾപൊട്ടൽ നടന്ന് മണിക്കൂറുകൾക്ക് ശേഷം സൈന്യവും NDRFും അടങ്ങുന്ന ദൗത്യസംഘം പുഴ കടന്ന് മുണ്ടക്കയിലേക്ക് എത്തിയിരുന്നു. ദുരന്തഭൂമിയിൽ കുടുങ്ങിയ 100ഓളം പേരെ മുണ്ടക്കയിൽ കണ്ടെത്തി. ഇവരെ വടം കെട്ടി പുഴയ്ക്ക് മുകളിലൂടെ രക്ഷപ്പെടുത്താനാണ് ശ്രമം നടത്തിയത്. എന്നാൽ ഇത് അതീവ ദുഷ്കരവും സമയമെടുക്കുന്നതുമായിരുന്നു. താൽക്കാലിക പാലം യാഥാർത്ഥ്യമായതോടെ രക്ഷാപ്രവർത്തനം അതിവേഗത്തിലായി. അതിനൊപ്പം അതീവ ദുഷ്കരമായ ലാൻഡിംഗ് നടത്തി വ്യോമസേനയുടെ ഹെലികോപ്റ്ററും രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി മാറി. എന്തായാലും 500-ലധികം പേരെ ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരെ എയർഫോഴ്സിന്റെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്തു. നിലവിൽ താൽക്കാലിക പാലത്തിലൂടെയും പുഴയ്ക്ക് കുറുകെ കെട്ടിയ വടത്തിലൂടെയും ഒരേ സമയം രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. കണ്ണൂരിലെ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് സെന്ററിൽ നിന്ന് 200 സൈനികരുള്ള ഇന്ത്യൻ ആർമിയുടെ 2 വിഭാഗങ്ങൾ വയനാട്ടിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട്. കണ്ണൂരിലെ സൈനിക ആശുപത്രിയിൽ നിന്നുള്ള മെഡിക്കൽ സംഘത്തെയും കോഴിക്കോട് നിന്നുള്ള ടെറിട്ടോറിയൽ ആർമിയുടെ സേനയെയും വയനാട്ടിൽ വിന്യസിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തഭൂമിയായ ചൂരൽമല മേഖലയിലെ തകർന്ന വൈദ്യുതി ബന്ധം ഭാഗികമായി പുനഃസ്ഥാപിച്ചതായി KSEB ചൂരൽമല ടൗൺ വരെയുള്ള തകരാറാണ് പരിഹരിച്ചത്. മേപ്പാടി ടൗണിലും പ്രധാന ആശുപത്രികളായ വിംസ് മെഡിക്കൽ കോളേജ്, മേപ്പാടി ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലും വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നും KSEB അറിയിച്ചു. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരന്തഭൂമിയായി മാറിയ മേപ്പാടി ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന മേഖലയിൽ 3 കിലോമീറ്ററിലേറെ ഹൈടെൻഷൻ ലൈനുകളും 8 കിലോമീറ്ററിലേറെ ലോ ടെൻഷൻ ലൈനുകളും പൂർണ്ണമായി തകർന്നിരുന്നു. ഉരുൾപൊട്ടലിൽ 2 ട്രാൻസ്ഫോർമറുകൾ ഒഴുകി കാണാതാവുകയും 6 ട്രാൻസ്ഫോർമറുകൾ തകർന്ന് നിലം പൊത്തുകയും ചെയ്തു. ഈ പ്രദേശത്തെ 1000ഓളം ഉപഭോക്താക്കൾക്കുള്ള വൈദ്യുതി വിതരണ സംവിധാനം പൂർണ്ണമായും തകർന്നിരുന്നു. കുറഞ്ഞത് 3 കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ മാത്രം വരും. എന്തായാലും പറഞ്ഞറിയിക്കാൻ കഴിയുന്ന അത്രയും ദുരന്തമല്ല വയനാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. 125 പേരുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പലരെയും ഇതുവരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത നിലയിലാണ്. നിലമ്പൂർ ആശുപത്രിയിലും അതുപോലെ 5 ആശുപത്രികളിലും തന്നെയാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അതേസമയം ഇങ്ങോട്ടേക്ക് നിരവധി ആളുകളാണ് തങ്ങളുടെ ആരെങ്കിലുമാണോ എന്ന് അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് മൃതദേഹങ്ങൾ.